അന്യൻ സിനിമ ശങ്കർ ചെയ്യുന്നതിന് മുന്നേ തന്നെ അതേ പ്ലോട്ടിൽ മലയാളത്തിൽ വന്ന സിനിമയായിരുന്നു ഫോർ ദ പീപ്പിൾ. അതായത് സൊസൈറ്റിയിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ 4 ചെറുപ്പക്കാർ പ്രതികരിക്കുന്നു. പക്ഷെ ഈ ചെറുപ്പക്കാരായിട്ട് വന്ന 4 പേരും പുതുമുഖങ്ങളായി. ലോകത്തെ ആകെ മാറ്റിമറിച്ച് കളയാന്ന് കരുതിയിട്ടൊന്നുമില്ല നമ്മൾ ഇതിനെ ഇറങ്ങി തിരിച്ചത്. ചെറുവിരലിന്റെ അനക്കം അത്രയെങ്കിൽ അത്ര. പക്ഷെ ഫസ്റ്റ് പാർട്ട് നമുക്ക് തന്ന ഒരു കിക്കുണ്ട്. ആ ഒരു കിക്ക് പിന്നീട് വന്ന 2 പാർട്ടിൽ നമുക്ക് കിട്ടിയില്ല. അതിന്റെ മെയിൻ റീസൺ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുന്ന ടൈമിൽ ഒരു ഹൈ കിട്ടാനായിട്ട് തീരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത 4 ചെറുപ്പക്കാരെ അടുത്ത പാർട്ടിലേക്ക് ലീഡ് ചെയ്യുന്നു. അതായത് അവർ അടുത്ത ഫോർ ദ പീപ്പിൾ ആയിട്ട് ആ ജേണി തുടരുന്നതായിട്ട് കാണിച്ചു പോകുന്നു. പക്ഷെ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് എടുത്തപ്പം ഇതേ 4 പേരെ തന്നെ മെയിൻ ക്യാരക്ടേഴ്സായി ജയരാജ് സ്ക്രീനിൽ കാണിച്ചപ്പം നമുക്ക് പഴയ അവരുടെ ആ ഒരു പ്രസൻസ് നമ്മൾ ഫീൽ ചെയ്തില്ല. നേതാവേ, ഇതൊക്കെ ഏത് ബന്ധു ദിവസവും ജനം അനുഭവിക്കുന്ന ദുരിതത്തിന്റെ സാമ്പിളാ. വല്ലപ്പോഴും ഒക്കെ ഒന്ന് അനുഭവിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് പാർട്ട് വലിയൊരു ദുരന്തമായിട്ട് പോയി. പക്ഷെ ഈ സിനിമയിൽ തന്നെ ക്ലൈമാക്സ് ആകുമ്പോൾ പഴയ ഫോർ ദ പീപ്പിളിനെ കാണിക്കുന്ന സീനൊക്കെ വൻ കിടലായിരുന്നു. ഇതുകൂടാതെ ഈ സെക്കൻഡ് പാർട്ടിൽ നരേന്റെ ആ ക്യാരക്ടറിനെ എങ്ങനെ നശിപ്പിക്കാവോ അതുപോലത്തെ രീതിയിലാണ് ചെയ്തു വെച്ചത്. അരവിന്ദന് അച്ഛനെ പോലെ രാഷ്ട്രീയമൊക്കെ ഉണ്ടോ? ഇല്ല സർ, രാഷ്ട്രബോധമുണ്ട്. പക്ഷെ ഇതും കഴിഞ്ഞ് തേർഡ് പാർട്ടിൽ ഇതേ ഫോർ ദ പീപ്പിളിനെ 3 പേര് വീണ്ടും വന്നെങ്കിലും ആ സിനിമയും വലിയ രീതിയിൽ ഓടി. പക്ഷെ ഇന്നെങ്ങാണോ ഒന്ന് റീ റിലീസ് ചെയ്യുവാണെങ്കിൽ വേറെ ലെവൽ ഓളം ഉണ്ടാക്കാൻ പറ്റുന്ന സിനിമയാണ് ഇതേ ഫോർ ദ പീപ്പിൾ. ഇത് കൂടാതെ ഇപ്പോഴുള്ള ഏതെങ്കിലും ഒരു 4 യൂത്ത് ആക്ടേഴ്സിനെ വെച്ച് ഈ സിനിമ ഒന്ന് റീമേക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പോലും വൻ ഓളം ഉണ്ടാക്കാൻ പറ്റും. എങ്കിലും നടക്കുമായിരിക്കും.